നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ചാണ്. ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്. സാധാരണയായിട്ട് ക്രോമസോം 21 ഒരു എക്സ്ട്രാ കോപ്പി വരുന്ന ഒരു കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. അത് കാരണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഡെവലപ്മെൻ്റൽ ഡിലേ, ചില അസുഖങ്ങൾ വരാനുള്ള റിസ്ക്കും കൂടുതലായിരിക്കും. സാധാരണയായിട്ട് സെൽസിന് 2 കോപ്പി വരേണ്ടടുത്ത് 3 കോപ്പി വരിക ട്രൈസോമി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കോസ്. എന്നാൽ റെയറായിട്ട് ചില സിറ്റുവേഷൻസിൽ ഒരു എക്സ്ട്രാ പാർട്ട്, ഈ ക്രോമസോം 21 ഒരു എക്സ്ട്രാ പാർട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ടാവുന്ന കണ്ടീഷനിലും ഡൗൺ സിൻഡ്രോം വരാറുണ്ട്. ചില ഭാഗത്ത് മാത്രം ക്രോമസോം 21 എക്സ്ട്രാ കോപ്പീസ് വരുന്ന ഒരു കണ്ടീഷനും ഉണ്ട്. അതിനെ മൊസൈക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറയും. ഇത് വളരെ കുറവ് പെർസെൻറ്റേജ് ആളുകളിൽ ഉണ്ടാവാറുള്ളൂ. ഒരു ട്രൈസോമി ആയിട്ടുള്ള ക്രോമസോം ഡിഫക്റ്റ് ആണ് കൂടുതലായിട്ടും ഡൗൺ സിൻഡ്രോമിൽ കാണിക്കാറ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും, അപ്വേർഡ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ഐസ്, ഉന്തി നിൽക്കുന്ന കണ്ണുകൾ, ഷോർട്ട് നെക്ക് ആയിരിക്കും, കഴുത്തിൻ്റെ സ്പേസ് കുറവായിരിക്കും, കൈയും കാലും ചെറുതായിരിക്കും, കൈയിൻ്റെ പത്തി കാലിൻ്റെ പത്തിയൊക്കെ ചെറുതായിരിക്കും, മസിൽ ടോൺ കുറവായിരിക്കും, ജോയിൻസ് ഒക്കെ ലൂസായിരിക്കും. അതുപോലെ തന്നെ ആള് കുറച്ച് ചെറുതായിരിക്കും, ആവറേജ് ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. ഡെവലപ്മെൻ്റൽ ഡിലേസ് ഡൗൺ സിൻഡ്രോമിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. മൈൽഡ് മോഡറേറ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കാണിക്കും. സ്പീച്ചും ലാംഗ്വേജും, അതായത് സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത് ഡിലേ ആയിട്ടായിരിക്കും. പഠിക്കാൻ കുറച്ച് പുറകോട്ടായിരിക്കും, സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ശ്രദ്ധ വളരെ കുറവായിരിക്കും, അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. ഹെൽത്ത് കണ്ടീഷനിൽ സാധാരണയായിട്ട് കേൾവിക്കുറവ് കാണിക്കാറുണ്ട്, കണ്ണിന് അസുഖം കാണിക്കാറുണ്ട്, ഹൃദയത്തിന് ചില ഡിഫക്ട്സ് കാണിക്കാറുണ്ട്, സ്ലീപ്പ് ആപ്നിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം സ്ലീപ്പ് ആപ്നിയ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസും അവരിൽ കോമൺ ആയിരിക്കും. ഒരു റിസ്ക് ഫാക്ടർ പറയുന്നത് 35 വയസ്സിൽ കൂടുതലായിട്ടുള്ള ലേഡീസ് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്കാണ് ഡൗൺ സിൻഡ്രോം കൂടുതലായിട്ടും കാണുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുന്നേ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്തതും അങ്ങനെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതാണ്, എപ്പോഴും സംഭവിക്കണമെന്ന് ഉറപ്പൊന്നും. അപ്പോൾ മെയിനായിട്ട് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ വന്ന ഡിസബിലിറ്റീസിനൊക്കെ നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സ്പീച്ച് തെറാപ്പി കൊടുക്കുക, ഫിസിക്കൽ തെറാപ്പീസ് കൊടുക്കുക. താങ്ക് യു.